നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പലപ്പോഴും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അതുതന്നെ കുടുംബാംഗങ്ങൾ ചിന്തിക്കുകയും സമാനമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി എല്ലാ കാര്യങ്ങളിലും അനുവർത്തിക്കുവാനും, കുടുംബകാര്യങ്ങളാണെങ്കിലും തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായ സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ശമ്പള വർധന മുൻകാല പ്രാബല്യത്തോടുകൂടി ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റത്തോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സജ്ജമാകുവാനും ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അതൊക്കെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വിചാരിച്ചിരുന്ന പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് തീർത്തും അവിചാരിതമായിട്ട് ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. വളരെ വിനയത്തോടു കൂടിയതായുള്ള സമീപനം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ തുടരെ ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വ്യാപാര വിപണന വിതരണ മേഖലകളെല്ലാം ഒഴിവാക്കി സ്വല്പം നഷ്ടങ്ങൾ സംഭവിക്കുവാനിടവരുമെങ്കിൽ പോലും ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടൊരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വിനയം, ക്ഷമ, ആദരവ് മുതലായവ അനുവർത്തിക്കുന്നത് വഴി സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനൊരു കഴിവും പ്രാപ്തിയും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തിൽ നിരസിക്കപ്പെടുവാനിട വരുമെങ്കിൽ പോലും പുനർ അപേക്ഷകൾ നൽകുന്നതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ യോഗം കാണുന്നതുമുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സുവ്യക്തവും സുദൃഢവുമായുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ഈ ഒരു മാസം അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുവാൻ യോഗം കാണുന്നു. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി ഈ ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പല വിധത്തിലുള്ള പദ്ധതികളും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ള ജോലിയിൽ പ്രത്യേകിച്ച് ഇനിയൊരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ അവസരങ്ങളോ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ 5-6 മാസത്തിന് ശേഷം മറ്റൊരു ജോലിയിലേക്ക് മാറുവാൻ തയ്യാറായിക്കൊണ്ട് അതിന് തക്കവണ്ണം ഉള്ളൊരു അവസരത്തിനെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ അവസരം വന്നു ചേരും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം തന്നെ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാൻ അവസരങ്ങൾ വന്നു ചേരുവാനിട വരും. പാരമ്പര്യ പ്രവർത്തികൾ നിലവിലുള്ള ജോലിയോടൊപ്പം അനുവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്.
സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ സ്ഥിരീകരിക്കുവാൻ ഇടയുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണങ്ങളും അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. അപരിചിതർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ഗുണകരമായിട്ടുള്ള സങ്കല്പത്തിന് അനുസരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഭാവിയിലേക്ക് നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. പൊതുവെ കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള അവസരങ്ങളാണ് വന്നു ചേരുവാനിടയുള്ളത്. എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കേണ്ടത് സൂക്ഷിക്കേണ്ടതാണ് എന്നുകൂടി ഈ അനിഴ നക്ഷത്രക്കാരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായി പറയുന്നു. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ വന്നു ചേരുന്നത് വഴി പ്രത്യേകിച്ച് പണച്ചെലവൊന്നും വേണ്ടി വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കാൻ അവസരം വന്നു ചേരും. അതേപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ മേലധികാരികൾ മറ്റ് ജോലി നേടിപ്പോയതിനാൽ തൽക്കാലത്തേക്ക് ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ ചുമതലകൾ ഏറ്റെടുക്കുവാനും അതിൻ്റെ വെളിച്ചത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും എന്ന ഉറപ്പോടുകൂടി തന്നെ അതെല്ലാം തന്നെ ഒരുപക്ഷെ ഏപ്രിൽ മെയ് ജൂൺ മാസകാലങ്ങളിലൊക്കെ തന്നെ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചകളിലൊരിക്കൽ ഗൃഹത്തിൽ വന്ന് പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് പ്രായോഗിക വശം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളുടെ ക്ഷണം സ്വീകരിക്കാനിട വരുമെങ്കിൽ പോലും 3-4 മാസത്തിന് ശേഷം മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന ആശയം അവലംബിക്കുവാൻ ഇടവരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാധ്യത കാണുന്നുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതി കുറവുള്ളത് കൊണ്ട് വിസ്തൃതയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷം മാത്രമേ തൃപ്തികരമായുള്ള ഭൂമി കണ്ടെത്തുവാൻ സാധ്യതയുള്ളൂ. മുടക്കിൻ കിടപ്പുള്ള പല കർമ്മ പദ്ധതികളും പുനരാരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് അർഹമായിട്ടുള്ള വിലയ്ക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ യോഗം കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അതിന് സർവാത്മന സഹകരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ജനപിന്തുണ ലഭിക്കുവാനിടയുള്ളതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാൻ യോഗം കാണുന്നതുമുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സുഖങ്ങൾക്ക് പ്രാണായാമം യോഗയൊക്കെ തന്നെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ യോഗം കാണുന്നു. കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ട് 6 മാസത്തിന് ശേഷം അനുവർത്തിക്കുവാനും മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ഉള്ള ഭാഗമായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിട വരും. എന്നാൽ ഒരുപക്ഷെ ആരാധനാലയത്തിന് വേണ്ടി സ്വല്പം ഭൂമി വിട്ടുകൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള രാജ്യത്തിൽ ഉദ്യോഗത്തിന് അവസരങ്ങൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കും. വേറെ ചിലർക്ക് നിലവിലുള്ള രാജ്യത്തിൽ ചെലവ് ഇനങ്ങൾ അല്ലെങ്കിൽ അധിക ചെലവ് വർദ്ധിക്കുന്നത് വഴി ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി മറ്റൊരു രാജ്യത്തിലേക്ക് പോകുവാനോ ഇന്ത്യയിലേക്ക് മടങ്ങി വരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ
പുണ്യതീർത്ഥ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും തുടക്കം കുറിക്കുവാനും യോഗം കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ തീർത്തും അവിചാരിതമായിട്ട് തന്നെ മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളും ആദ്യം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും മിക്ക ദിവസങ്ങളിലും ഗ്രഹത്തിൽ വളരെ വൈകിട്ട് മാത്രം എത്തിച്ചേരുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോട് കൂടി ലഭിക്കുവാനിടവരും. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സഹകരിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടവരും. ജോലിയിലുള്ളവർക്ക് പഠിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗത്തിനും അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും മറന്നുവോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജീവിത പങ്കാളി ഓർമ്മിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിലെല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാൻ സാധ്യത പോലും ഈ ഒരു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.